റൈസ റിയാസ് എന്ന ഒരു 14 വയസ്സുള്ള പെൺകുട്ടി, ആ 14 വയസ്സുള്ള പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് റൈസയെക്കുറിച്ച് പറയാൻ ഇത്രയധികം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാൽ ഒന്നിലധികം കാര്യങ്ങൾ പറയാനുമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ലൈറ്റ് ആഫ്റ്റർ 90 മിനിറ്റ്സ് ഈ 14കാരി എഴുതിയ പുസ്തകമാണ്. ജീവിതത്തിലെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന താഴ്ചകൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഇടിവ്, അതിനുശേഷം നമ്മൾക്കുണ്ടാകുന്ന ഒരു തിരിച്ചുവരവ്, ഇതിനെല്ലാം പ്രചോദനമാകുന്ന തരത്തിൽ സ്വന്തം ജീവിതത്തിൽ നിന്നെടുത്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷണൽ കാര്യങ്ങൾ ആണ് റൈസ ഈ പുസ്തകത്തിൽ പറയുന്നത്. അതോടൊപ്പം നമ്മുടെയൊക്കെ ഇതിഹാസ താരങ്ങളായിട്ടുള്ള ലയണൽ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അവരുടെയൊക്കെ ജീവിതം കൂടി നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം. അതോടൊപ്പം റൈസ നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, സ്കേറ്റിംഗ് ചെയ്യാറുണ്ട്, ചെസ്സ് കളിക്കും. ഇതെല്ലാം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ് റൈസ. റൈസയെക്കുറിച്ച് നമുക്ക് കൂടുതൽ റൈസയുടെ വാക്കുകളിലൂടെ അറിയാം. എന്താണ് റൈസ ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പുസ്തകം ഞാൻ സ്കൂളിൽ ബുക്കുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെറുതെ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല കണ്ടൻസ് ആണ്, നല്ല ബുക്കാണ് പറഞ്ഞു. അപ്പോൾ വിചാരിച്ച് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൊത്തത്തിൽ കവിതകളാണ്. കവിതകൾ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസ് വരുന്ന ഒരു ബുക്കാണ്. മോസ്റ്റ്ലി ഇതിൽ കവിതകളാണ് മൊത്തത്തിൽ വരുന്നത്. ഈ കവിതകൾ എന്തൊക്കെയാണ് വിഷയങ്ങൾ? കവിതകൾ ഫസ്റ്റ് തന്നെ ഫുട്ബോൾ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിഹാസ താരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന കുറേ എക്സ്പീരിയൻസസ്, എല്ലാവർക്കും റിലേറ്റബിൾ ആക്കാൻ പറ്റിയ കുറേ എക്സ്പീരിയൻസസും ഈ ബുക്കിലുണ്ട്. അതുപോലെ നമ്മൾ എക്സാം, പരീക്ഷയിൽ തോൽവികൾ എങ്ങനെ ഓവർകം ചെയ്യുക, എങ്ങനെയാണ് ഞാനത് ഫേസ് ചെയ്തതെന്ന്, അതൊക്കെ ഈ ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കവിത ഒന്ന് വായിച്ചു തരുമോ? നമ്മുടെ ലയണൽ മെസ്സിയുടെ ഒരു കവിത ആയിക്കോട്ടെ. Lionel Messi. The boy from Rosario, the man who proved me every dark night light up one day or another, the man who never played for success, but one who worked until his last breath. For every 2040, there is always a 2022. 60 years of hope from 2006 loss until in 2022 World Cup found in its right place. This man shines in my heart like stars that shine in the sky. This man, the best, the one, the only love, the God, the Lionel Andres Messi. ഇത് 2014 മെസ്സിയുടെ ഒരു ജർമ്മനിയായിട്ട് പരാജയത്തിന് ശേഷം, അതിനുശേഷം ലയണൽ മെസ്സി കംബാക്ക് നടത്തി 2022. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെ ലൈഫിലും ഒരു ഡൗൺഫോൾ ഉണ്ടെങ്കിൽ അത് കംബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഉണ്ടാവും. അതാണ് ഈ മെസ്സിനെ ആയിട്ട് ഞാൻ ഈ കവിതയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2014 മെസ്സിയുടെ തോൽവി, അർജൻറ്റീനയുടെ തോൽവിയാണ് ഈ കവിതയ്ക്ക് ആധാരം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. റൈസക്ക് ഇപ്പോൾ 14 വയസ്സാണ്. റൈസക്ക് അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് 2014 ഏകദേശം 3-4 ഈ ഒരു ഏജിലാവും. 3 വയസ്സ്, കഷ്ടി 3 വയസ്സ് പ്രായം ഉണ്ടാകുന്ന സമയത്ത് ഒരു കുട്ടി ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു, ഫുട്ബോൾ കാണുന്നു, അതിൽ പരാജിതനായിട്ട് പോലും മെസ്സിയെ ഇഷ്ടപ്പെടുന്നു, മെസ്സിയുടെ കളി ഇഷ്ടപ്പെടുന്നു. അവൾ പിന്നീട് വളർന്ന് ഒരു ഫുട്ബോൾ കളിക്കുന്ന ആളായിട്ട് ഇപ്പോൾ നമ്മുടെ ആഷിഖുരുണിയൻ്റെ കോച്ച് ഷാജുറുദ്ദീൻ കോപ്പിലാൻ, അവിടെ വുഫ, അവിടെയാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് ക്യാമ്പിങ്ങിന് പോകുന്നുള്ളത്. എല്ലാ വൈകുന്നേരം ഉപ്പയും ഉമ്മയും കൂടെ പോയിട്ട് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. റൈസയ്ക്ക് എന്താണ് റൈസയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്? ഇതിനൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. എൻ്റെ ബാക്ക് ബോൺ ഫസ്റ്റ് തന്നെ പാരൻസ് ആവും. പാരൻസിൻ്റെ ഒരു റീസൺ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബുക്ക് എഴുതാനും എല്ലാം എൻ്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും ചെയ്യാൻ എൻ്റെ ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ പാരൻസ് മാത്രമാണ്. എങ്ങനെയാണ് മകൾക്ക് ഇത്ര ഒരു പ്രചോദനമാകുന്നത്?
മകൾക്ക് മെയിൻ പ്രചോദനം മീൻസ് നമുക്ക് കിട്ടാത്തത് അത് തന്നെയാണ്. ഇപ്പോൾ ഞാനൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ഷൈ ഗേളായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ടീച്ചറാകുമ്പോൾ വന്ന ഒരു ഡിഫറൻസാണ്. ഇപ്പോൾ ഒരു ടീച്ചറാണ്, ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു മാറ്റമാണ് പിന്നെ ലൈഫിൽ. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഗ്രാജുവലി ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ ഒരു ചൈൽഡ്ഹുഡ് ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രോവേർട്ട് ഷൈ, ഒരു എക്സ്ട്രാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാറില്ല. അത് ആ ഒരു സിസ്റ്റമായിരുന്നു. പഠിക്കുക, സ്കൂളിൽ പോവുക, പഠിക്കുക, എക്സാം എഴുതാൻ വരിക, പേപ്പറിലെ മാർക്ക്, അത് മാത്രമാണ് അന്ന് എല്ലാവരും നോക്കിയിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മോൾക്കൊരു ഡിഫറൻസ് ആണെന്ന് ആദ്യമായി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഫസ്റ്റ് തുടങ്ങിയത് ഒരു യൂട്യൂബ് ചാനലായിരുന്നു, റീസാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മുന്നിൽ അവളിങ്ങനെ ഓരോന്ന് പ്രസൻറ്റ് ചെയ്ത് തുടങ്ങി. അന്ന് മുതലാണ് അവളുടെ പബ്ലിക് സ്പീക്കിംഗ്. അന്ന് മുതലേ അവൾ കോൺഫിഡൻ്റ് ആയി തുടങ്ങി. അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ എന്തൊരു ചാൻസ് വന്നാലും ഞാൻ പറയും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അവൾക്കും അതുതന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഞാനെന്നെ പറയാണ്ട് തന്നെ അവൾ എന്ത് ചെയ്യും, മാക്സിമം എല്ലാത്തിലും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ഓരോ ഈവൻസിലും അവളങ്ങനെ ഗ്രാജുവലി വന്നൊരു ഇമ്പ്രൂവ്മെൻറ്റാണ്. അപ്പോൾ അത് എല്ലാ പാരൻസിനോടും എനിക്ക് പറയാനുള്ളത് അതാണ്. അക്കാഡമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, അത് എന്തായാലും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അത് പാരൻസ് ആയാലും ടീച്ചേഴ്സായാലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ആസ് എ ടീച്ചർ ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, റിയാസ് എന്ത് ചെയ്യുന്നു? ഞാൻ ആർക്കിടെക്ട്, ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പോൾ എങ്ങനെയാണ് മകളുടെ ഈ ഒരു വളർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ മകളുടെ ഒരു വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണല്ലോ, പ്രവാസിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും മക്കൾ വളരുന്നത് നേരിട്ട് കാണുന്ന ഒരാളാണ്. പ്രവാസി ആയിരുന്നു. പിന്നെ ഒരു 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഗൾഫിൽ നിർത്തിയതാണ്. നാട്ടിലങ്ങനെ മോളെ ചെറുതായി നിർത്തിയതാണ്. പിന്നെ അങ്ങനെ നാട്ടിലങ്ങനെ കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമാണ് നമ്മൾ ഓഫീസ്, ഈ ലൈഫ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റീരിയേഴ്സിൻ്റെ ഷോപ്പാണ്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അവൾ ഈ അക്കാദമിക് ഇതിലേറെ അവൾക്ക് താല്പര്യം. അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു, സ്പോർട്സിനോടായിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോളിലേറെ എനിക്ക് ക്രിക്കറ്റായിരുന്നു. അത്യാവശ്യം അവൾ കളിക്കാനൊക്കെ നന്നായിട്ട് കളിച്ചിരുന്ന ആൾ. അതേപോലെ തന്നെ അവൾ സ്പോർട്സിനോട് കമ്പം. അത് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേരൻറ്റ് നിൽക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അവർ ചൂസ് ചെയ്യുക. ഇവിടെ സ്ലോപ്പാ, അതാ ബാലൻസ് ഇട്ടാൽ. ഇപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തല്ലോ, എങ്ങനെയാണ് ഈ സ്കേറ്റിംഗ് മേഖലയിലേക്ക് എത്തുന്നത്? സ്കേറ്റിങ് ഞാൻ സെക്കൻഡിൽ നിന്നാണ് ഫസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ നോർമൽ സ്കേറ്റ്സ് ആയിരുന്നു. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു 7th നിന്ന് ഞാൻ പ്രോ സ്കേറ്റ്സ് വാങ്ങി. ഇപ്പം എൻ്റെ അടുത്ത് പ്രോ സ്കേറ്റ്സ് ആണ്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ മാച്ചസ് സഹോദയക്കൊക്കെ പോകുന്നത്. എന്താണ് സ്കേറ്റിങ്ങിനോട് ഇത്ര ഒരു ഇഷ്ടം ഉണ്ടാവാനുള്ള? സ്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ബാലൻസാണ് മെയിനായിട്ട് നോക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു അട്രാക്ഷൻ തോന്നി ഈ ഒരു ഗെയിമിനോട്. നല്ല രസമാണ് സ്കേറ്റിംഗ് ഇട്ടിട്ട് ചുറ്റും ഇങ്ങനെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സ്കേറ്റിങ്ങിനോട് ഒരു ഇഷ്ടം തോന്നിയത്. ചെസ്സിൽ എങ്ങനെയാണ്? ചെസ്സൊക്കെ താല്പര്യകക്ഷിയാണെന്ന് മാത്രമല്ല, ചെസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്റ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെസ്സിലേക്കൊക്കെ ആരെങ്കിലും കോച്ചിങ് ഉണ്ടോ? ചെസ്സ് സെക്കൻഡിൽ നിന്നാണ് ഫസ്റ്റ് കളിക്കാൻ തുടങ്ങി. ഞാനും ഉപ്പയും കുറേ ഗെയിംസിനൊക്കെ പോയിട്ടുണ്ട്, തൃശ്ശൂരൊക്കെ. അങ്ങനെ പോയി ഇമ്പ്രൂവ് ചെയ്തതാണ്. എന്താണ് ഒരു ലക്ഷ്യം? നമ്മൾ ഒരു എയിം ഉണ്ടാവുമല്ലോ. എയിം കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഫുട്ബോൾ ഫീൽഡ്, സ്പോർട്സ് ഫീൽഡൊക്കെ ഇറങ്ങണം എന്നാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഡോക്ടർ ആവാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടില്ല. ഒന്നേലും ഞാൻ സ്പോർട്സ് ഫീൽഡൊക്കെ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ മെഡിക്കൽ ഫീൽഡിലോട്ട്. മെസ്സി എന്നതിനപ്പുറം ഒരു വനിതാ താരങ്ങളെ ആരെങ്കിലും? അലക്സിയ പുട്ലെസ് ബാർസൻ്റെ പ്ലെയറാണ്. അതുപോലെ തന്നെ എയ്ൻറ്റേനെക്കാട്ടും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം അലക്സിയനാണ്. ഇഷ്ട ടീം അർജന്റീനയാണെന്ന് പറഞ്ഞു. ഇഷ്ട പ്ലെയർ ഇപ്പോൾ വിമൺ പ്ലെയേഴ്സിൽ അലക്സിയാണ്. അത് സ്പാനിഷ് താരമാണ്. സ്പെയിനും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അങ്ങനെ ഒരു
ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് അലക്സിയ വേറെ, മെസ്സി വേറെ, അത് രണ്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. മെസ്സി എപ്പോഴും നമ്മളെ ഫേവറേറ്റ് പ്ലെയർ തന്നെയാവും. ഇപ്പോൾ റൈസ പറഞ്ഞല്ലോ, റൈസ ഈ പുസ്തകത്തിൽ എഴുതിയത് റൈസയുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അതെന്തായിരുന്നു? ആ ഒരു അങ്ങനെ ഒരു താഴ്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ 5th വരെ നല്ല 90% മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചായപ്പോൾ സിലബസ് കുറച്ച് ടഫായി തുടങ്ങിയപ്പോൾ പിന്നെ ഇവൻച്വലി മാർക്ക് ഇങ്ങനെ കുറയാൻ തുടങ്ങി. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് നമുക്ക് എല്ലാവർക്കും ഓവർകം ചെയ്യാം. ആൻഡ് അങ്ങനെ ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചെറുതായിട്ട് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ലൈഫിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അങ്ങനെ ഒരു എന്താണ് കൂട്ടുകാരികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ വീഡിയോ കാണുന്നവരുടെ കൂടിയാണ്, അവർക്കുള്ള ഒരു മെസ്സേജ് എന്താണ്? നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഡൗൺഫോളും താഴ്ചകളും നമ്മളെ ഫ്യൂച്ചറിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്കുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും താഴ്ന്നു പോയാൽ അതൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു ടൈം ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ നെവർ ഗിവ് അപ്പ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റൈസ നമ്മളോട് ഒരുപാട് സംസാരിച്ചു, റൈസയുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു, റൈസയുടെ ഒരു ലക്ഷ്യം പറഞ്ഞു. എന്തായാലും റൈസ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം ഇഷ്ടം ഡോക്ടറാവാനാണ്, ഒരു നല്ല ഡോക്ടറും അതോടൊപ്പം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറും അതോടൊപ്പം ഒരുപാട് ആളുകളുടെ മനം കവരുന്ന ഒരു ഫുട്ബോൾ പ്ലെയറും ആയി റൈസ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം ഈ സ്കേറ്റിംഗ് ഒന്നും വിട്ട് കളയരുത്, സ്കേറ്റിങ്ങും ചെസ്സും ഒന്നും ഒട്ടും വിട്ട് കളയരുത്. ഒക്കെ ഡിഫറെൻറ്റ് ഹോബീസാണ്, അത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ചെസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡ് സെറ്റ് ആവാനൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും റൈസ നല്ലൊരു മനുഷ്യനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് വളരട്ടെ. അതാണ് മെയിൻ, നല്ല ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ്. അതാണ് ഏറ്റവും വലിയ ഡ്രീം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉള്ളൂ ഫ്യൂച്ചറിലും.